സാഹിത്യ സാമൂഹിക രംഗത്ത് വടകരയ്ക്ക് ഒരു നവ്യാനുഭവം പകർന്നു നൽകിയ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് 13, 14, 15 തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കും. കല, പ്രകൃതി, ജനാധിപത്യം എന്ന സന്ദേശവുമായാണ് ഇത്തവണ കടത്തനാട് ഫെസ്റ്റ് നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് കടത്തനാടിന്റെ മണ്ണിന് പുത്തനുണർവ് നൽകിക്കൊണ്ടാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് 13, 14, 15 തീയതികളിലായി വൈവിധ്യമാർന്ന വിവിധ പരിപാടികളോടെ അരങ്ങേറുന്നത്. 3 ദിവസങ്ങളിലായി വ്യത്യസ്ത വിഷയങ്ങളിൽ 53 സെഷനുകളാണ് മേളയ്ക്കുള്ളത്. 125ഓളം പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംവദിക്കും. 3 ദിവസവും വിവിധ പ്രസാധകരുടെ പുസ്തകമേളയും ഉണ്ടാകും. 13 വൈകിട്ട് 3:30 മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA മേള ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നെഹ്റുവിന്റെ ജനാധിപത്യ സംസ്കാരം എന്ന വിഷയത്തിൽ M. ലിജു സംസാരിക്കും. 6:30 P. ഭാസ്കരൻ ഗാനവീഥി എന്ന പ്രത്യേക പരിപാടി നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ, ചെയർമാൻ I. മൂസ, PK ഹബീബ്, എളമ്പിലാട് നാരായണൻ, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം, ആസിഫ് കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. 2023 ഡിസംബർ മാസമാണ് വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിവിപുലമായ രീതിയിലുള്ള ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കപ്പെട്ടു. സത്യത്തിൽ സംഘാടകരായ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വീകാര്യതയാണ് 2023 ഡിസംബർ മാസം നടന്ന സാഹിത്യോത്സവത്തിന് വടകരയിലെ ജനങ്ങൾ നൽകിയത്. ആ സ്വീകാര്യതയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2024 ഡിസംബർ മാസം 3 ദിവസങ്ങളിലായി 13, 14, 15 തീയതികളിലായി കടത്തനാട് സാഹിത്യോത്സവത്തിന്റെ രണ്ടാം പതിപ്പ് വൈവിധ്യങ്ങളായ പരിപാടികളോടുകൂടി നടത്തപ്പെടുന്നു. ഈ രണ്ടാം സാഹിത്യോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഒരു നിര തന്നെയാണ് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മുൻവർഷത്തെ ഭയാശങ്കകളൊന്നും കൂടാതെയാണ് ഞങ്ങൾ ഈ വർഷത്തെ സാഹിത്യോത്സവത്തിന് ഒരുങ്ങുന്നത്. അതിനുള്ള ഒരു കാരണം ചെയർമാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനവും സ്വീകാര്യതയും ആണ്. മുൻവർഷം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളെ, ചില വിഷയങ്ങളെ ഒക്കെ ഈ വർഷം സവിശേഷമായി ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാഹിത്യം, രാഷ്ട്രീയം, പരിസ്ഥിതി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സംഗീതം, ചിത്രകല, അങ്ങനെ വിഭിന്നങ്ങളായ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ആവിഷ്കരിക്കണം. വടകരയിലെ വന്നുചേരുന്ന കാണികളെ, അതുപോലെ കേൾവിക്കാരെ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം, അത് വൈവിധ്യപൂർണമായിരിക്കണം എന്നതായിരുന്നു ഞങ്ങൾ മുഖ്യമായും ഉദ്ദേശിച്ചിരുന്നത്.